ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 4ാം ഭാഗത്തിലേക്ക് പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ 3 ക്ലാസ്സുകളിൽ നിന്നായി ഏകദേശം 10 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന് ഏകദേശം ഒരു ചെറിയ ചെറിയ വേരിയേഷനുകളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ് പോകുന്നത്. ഇന്ന് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മ് എന്ന് പറഞ്ഞ ലാസ്റ്റ് പാർട്ട്, അതായത് ലാസ്റ്റ് പാർട്ട് എന്നല്ല, ലാസ്റ്റ് ഭാഗം, അത് നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ടൈപ്പ് നമ്പർ 4 കുറച്ച് സമ്മുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കും. അടുത്ത പാർട്ടിൽ വേറെ പഠിക്കും. ഇന്ന് ടൈപ്പ് നമ്പർ 11 ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം, ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് അത് തന്നിട്ടുണ്ട്. 2 ആണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേം, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തുടങ്ങുന്നത് 2-ലാണ്. ഓക്കെ, ആദ്യ പദം 2ഉം 21ാം പദം, 21ാമത്തെ പദം 62ഉം ആണ്. 21ാമത്തെ പൊസിഷനിൽ. അപ്പോൾ ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ T1 എന്ന് പറയാം, 21ാമത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ T21 എന്ന് പറയാം. ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട്, 21ാമത്തെ ടേമും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 21 പദങ്ങളുടെ തുക കാണുക. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ തുക കാണാനുള്ള സമവാക്യം, S = n/2 ഇൻറ്റു T1 + Tn. ഓക്കെ, T1 + Tn. ഇതിനെ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ x1 + xn എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ T1 + Tn എന്ന് വേണമെങ്കിലും പറയാം. ഈ ഫോർമുല ഉപയോഗിച്ചാണ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 21 പദങ്ങളുടെ സമ്മാണ് കാണേണ്ടതെങ്കിൽ n എന്ന് എഴുതേണ്ടടുത്ത് 21 എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം, n എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണം. ഇവിടെ പദങ്ങളുടെ എണ്ണം 21 ആണ്. അതുകൊണ്ട് 21/2. ഇവിടെ T1ൻ്റെ അവിടെ ഫസ്റ്റ് ടേം 2 പ്ലസ് Tn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം 62. കണ്ടോ, ഇതുപോലെ എഴുതുക. ഇനി 21/2 ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 64. ഈ 2ഉം 64ഉം കൂടെ വെട്ടിപ്പോകുന്നു 32 പ്രാവശ്യം. ഈ 32നെ നമ്മൾ 21 കൊണ്ട് ഗുണിക്കുന്നു. 2 3 4 6 2 7 6 672 എന്ന് ഉത്തരം കിട്ടുന്നു. ശ്രദ്ധിക്കേണ്ടത്, ഒരു AP-യുടെ സമ്മ് കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് S = n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഈ ചോദ്യത്തിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ T1ൻ്റെ അവിടെ 2 കൊടുത്തു. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 21ാമത്തെ ടേം ആണ്. അത് 62 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 62 കൊടുത്തു. 21/2 ഇൻറ്റു 2 + 62. 2 + 62 64 ആണ്. ഈ 2ഉം 64 വെട്ടിപ്പോകുന്നു 32 പ്രാവശ്യം. 32 × 21. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ 2 × 1 2, 3 4 6 കൂട്ടുമ്പോൾ 672. ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 ആദ്യപദമാകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 21 പദങ്ങളുടെ തുക 672 ആണ്. ക്ലിയർ ആണോ? ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതേ മോഡലിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ടേം തന്നിട്ടുണ്ട്. ആദ്യത്തെ ടേമിനെ നമ്മൾ T1 എന്ന് പറയാം, 5. 14ാമത്തെ ടേം തന്നിട്ടുണ്ട്, T14 തന്നിട്ടുണ്ട്, 70. അങ്ങനെയാണെങ്കിൽ 14 പദങ്ങളുടെ തുക എത്ര? തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല S = n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഈ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണയായിട്ട് സമ്മ് കണ്ടുപിടിക്കുന്നത്. സമ്മ് = n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം. ഇവിടെ പദങ്ങളുടെ എണ്ണം 14 പദങ്ങളുണ്ട്, 14/2. n എപ്പോഴും പദങ്ങളുടെ എണ്ണമായിരിക്കും കേട്ടോ. ഇത് ഇവിടെ ഫസ്റ്റ് ടേം എഴുതണം. ഫസ്റ്റ് ടേം 5. Tn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം 70. ഓക്കെ, ഇനി നമ്മൾ ഇതും കൂടെ വെട്ടിപ്പോകുന്നു 7 പ്രാവശ്യം. 70ഉം 5ഉം 75. ഇനി 75നെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 ശിഷ്ടം 2, 7 5 35, 35 2 37. സോ ദ ആൻസർ ഈസ് 375. ക്ലിയർ ആണ്? അതായത് ഈ സമാന്തര ശ്രേണിയുടെ 14 പദങ്ങളുടെ തുക 375 ആണ്. അങ്ങനെ സമ്മ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അതിഗംഭീരമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സമ്മ് കണ്ടുപിടിക്കാൻ എന്തെല്ലാം ആവശ്യമാണ്?
പദങ്ങളുടെ എണ്ണം ആവശ്യമാണ്, ആദ്യ പദം ആവശ്യമാണ്, അതേപോലെ അവസാനത്തെ പദവും ആവശ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത, നേരത്തെ നമുക്ക് ചോദ്യത്തിൽ ആവശ്യമായ ആ ഇക്വേഷൻ ചെയ്യാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാ കാര്യങ്ങളും തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇതൊരു മറ്റൊരു ടൈപ്പായി മാറിയത്. ഇവിടെ ടൈപ്പ് 12-ൽ 8 ആദ്യ പദം, 12 രണ്ടാം പദം, 16 മൂന്നാം പദം, ഈ സമാന്തര ശ്രേണിയിലെ 20 പദങ്ങളുടെ തുക എത്ര? തുക കണ്ടുപിടിക്കാൻ സാധാരണഗതിയിൽ 2 ഫോർമുലകളുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ S=n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇങ്ങനെ ഈ ഒരു ഫോർമുലയാണ്. ഈ ഫോർമുലയും നമുക്ക് ഉപയോഗിക്കാം. ഇതേ അർത്ഥം വരുന്ന മറ്റൊരു ഫോർമുലയുണ്ട്. S=n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഇങ്ങനെ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണക്കുകൾ ചെയ്യാൻ പറ്റും, സം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ ഈ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ 8, 12, 16 എന്ന സമാന്തര ശ്രേണിയിലെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ n കാണുന്ന സ്ഥലത്ത് നമ്മൾ 20 കൊടുക്കുന്നു. ഇവിടെ 2. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ നോക്കിയാൽ മതി. 8 പ്ലസ് ഇവിടെ tn എന്ന് പറഞ്ഞാൽ T20, ലാസ്റ്റ് ടേം 20ാമത്തെ ടേമാണ്. 20ാമത്തെ ടേം ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. നമ്മൾ ക്ലാസ് നമ്പർ 2-ൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈസിയാണ്. ഒരു ഫോർമുലയുണ്ട്, a+n-1 ഇൻറ്റു d. ഈ ഫോർമുല ഈ ചാപ്റ്ററിൻ്റെ ഹൃദയമാകുന്ന ഒരു ഫോർമുലയാണ്. ഈ ഫോർമുല ഉപയോഗിച്ച് 20ാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലേ? 20ാമത്തെ ടേം കണ്ടുപിടിക്കാൻ a എന്ന് പറഞ്ഞാൽ 8 പ്ലസ് ഇത് കണ്ടുപിടിക്കേണ്ട ടേമിൽ നിന്ന് 1 കുറയ്ക്കുക. 20ാമത്തെ ടേമിൽ നിന്ന് 1 കുറച്ചാൽ 19 ഇൻറ്റു d. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് d, 4. ഇങ്ങനെ 19 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 72 ആണെന്ന് തോന്നുന്നു, അല്ലേ? നോക്കട്ടെ, 19 ഇൻറ്റു 4, 9, 4, 36, 6 ശിഷ്ടം 3, ഓക്കെ, 76, അല്ലേ? 19 ഇൻറ്റു 4 76 ആണ്. 76ഉം 8ഉം എന്ന് പറഞ്ഞാൽ 84 കിട്ടുന്നു. ഇവിടെ നമ്മൾ 84 എഴുതുന്നു. ഈ 2ഉം 20ഉം കൂടെ ക്യാൻസലായി പോവും 10 തവണ. 84ഉം 8ഉം കൂട്ടുമ്പോൾ നമുക്ക് 92 കിട്ടുന്നു. 92 ഇൻറ്റു 10 920. ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ 20 പദങ്ങളുടെ തുക 920 ആണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര പദങ്ങൾ ഉണ്ട് എന്ന് തന്നിട്ടുണ്ട്, n തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, ലാസ്റ്റ് ടേം തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം കണ്ടുപിടിക്കൽ കൂടിയുണ്ട്. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 20ാമത്തെ ടേം. ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ 20ാമത്തെ ടേം കണ്ടുപിടിക്കാൻ നിസ്സാരമാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, a+n-1 ഇൻറ്റു d എന്ന് പറയുന്ന ഒരു ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20ാമത്തെ ടേം 84 എന്ന് കിട്ടും. അതെടുത്ത് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8ഉം 84ഉം 92, 92 ഇൻറ്റു 10 920. ഈ സമാന്തര ശ്രേണിയുടെ 20 പദങ്ങളുടെ തുക 920 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതേ ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഓരോന്നും നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ്ഡ് ആവണം, നല്ല പ്രാക്ടീസ്ഡ് ആവണം കേട്ടോ. അതായത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ കൈ വിറയ്ക്കാതെ, മനസ്സ് വിറയ്ക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലോട്ട് നിങ്ങൾ മാറണം. S=15 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. S=n/2 ഇൻറ്റു T1 പ്ലസ് Tn. ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ 15 പദങ്ങളുടെ തുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ n-ൻ്റെ അവിടെ 15 എഴുതണം. 15/2. T1 എന്ന് പറഞ്ഞാൽ ആദ്യ പദം 18 പ്ലസ് Tn എന്ന് പറഞ്ഞാൽ 15ാമത്തെ പദം. 15ാമത്തെ പദം നമുക്ക് അറിയത്തില്ല. കണ്ടുപിടിക്കേണ്ട ഫോർമുല a+n-1 ഇൻറ്റു d എന്നാണ്. ഈ ഫോർമുല ഉപയോഗിക്കുന്നു. a എന്ന് പറഞ്ഞാൽ 18, n-1 എന്ന് പറഞ്ഞാൽ 15ൽ നിന്ന് 1 കുറയ്ക്കുക 14, d എന്ന് പറഞ്ഞാൽ 18ഉം 16ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ്, കുറയുകയാണ് ചെയ്യുന്നത്. 16ൽ നിന്ന് 18 കുറയ്ക്കണം, അപ്പോൾ -2. കോമൺ ഡിഫറൻസ് -2 ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. +2 എന്ന് ഒരിക്കലും എഴുതരുത്. 18 പ്ലസ് ഇത് രണ്ടും കൂടെ ആവുമ്പോൾ -28 കിട്ടും. ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടുന്നു. സോ ദ ആൻസർ ഈസ് -10. ഇവിടെ നമ്മൾ -10 എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടണം. 15/2 ഇൻറ്റു ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും, അല്ലേ? ഇതും കൂടെ വെട്ടിപ്പോകുന്നു 4 പ്രാവശ്യം. 15 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 60 ആണ്. ഇവിടെ ഈ സമാന്തര ശ്രേണിയിലെ 15 പദങ്ങളുടെ തുക 60 ആണ്. ക്ലിയർ ആണ്? ഒന്നുകൂടി 18, 16, 14 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേമുകൾ കുറഞ്ഞാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് d എന്ന് പറഞ്ഞാൽ 16ൽ നിന്ന് 18 കുറയ്ക്കുമ്പോൾ -2 എന്നാണ് കിട്ടുക.
ഇവൻ്റെ എന്ത് കണ്ടുപിടിക്കണം? സമ്മ് കണ്ടുപിടിക്കണം. എത്ര ടേമുകളുടെ സമ്മാണ് വേണ്ടത്? 15 ടേമുകളുടെ സമ്മാണ് വേണ്ടത്. സമ്മ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? S is equal to n/2 ഇൻറ്റു Tn പ്ലസ് T1 അല്ലെങ്കിൽ T1 പ്ലസ് Tn. n എന്ന് പറഞ്ഞാൽ 15, 15/2. T1 എന്ന് പറഞ്ഞാൽ 18, Tn എന്ന് പറഞ്ഞാൽ 15ാമത്തെ ടേം. നമ്മളിവിടെ 15ാമത്തെ ടേം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. -10 ആണ്. 18, 14 ഇൻറ്റു -2 -28 ഇതിനെ കൂട്ടും -10. ഈ -10 എടുത്ത് നമ്മളിവിടെ എഴുതുന്നു. 18 -10 കൂടെ കൂട്ടുമ്പോൾ 8 കിട്ടുന്നു. 8 രണ്ടും കൂടെ വെട്ടിപ്പോകുന്നു 4 പ്രാവശ്യം. 4 × 15 60. ഇവിടെ സമ്മ് 15 പദങ്ങളുടെ സമ്മ് എന്ന് പറഞ്ഞാൽ 60 ആണ് എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ 20, 17, 14 അരിത്തമെറ്റിക് സീക്വൻസ് കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് തന്നെ D എന്ന് പറഞ്ഞാൽ 17 നിന്നും ഒരു ടേമിൽ നിന്നും അതിൻ്റെ തൊട്ട് മുമ്പുള്ള ടേം കുറയ്ക്കണം. അപ്പോൾ -3 എന്നാണ് കിട്ടുക അല്ലേ? -3 എന്നാണ്. ഇവിടെ നമുക്ക് 10 പദങ്ങളുടെ സമ്മ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ 10 പദങ്ങളുടെ സമ്മാണ് നമുക്ക് വേണ്ടത്. 10 പദങ്ങളുടെ സമ്മ് കണ്ടുപിടിക്കാൻ സമ്മ് ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഓക്കെ, ഫസ്റ്റ് ടേം n/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാ? 20. ലാസ്റ്റ് ടേം എത്രയാ? 10ാമത്തെ ടേമാണ്. 10ാമത്തെ ടേം കണ്ടുപിടിക്കാൻ T10 കണ്ടുപിടിക്കണം. A + n-1 ഇൻറ്റു D അല്ലേ? A എന്ന് പറഞ്ഞാൽ എത്രയാ? 20. n-1 എന്ന് പറഞ്ഞാൽ 10ൽ നിന്ന് 1 കുറച്ചാൽ 9. ഇവിടെ കോമൺ ഡിഫറൻസ് -3 ആണ് അല്ലേ? 20 പ്ലസ് ഇത് 9 ഇൻറ്റു -3 -27. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ -7 എന്ന് കിട്ടും. സോ ഇവിടെ 10ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ -7 ആണ്. ക്ലിയർ അല്ലേ? 9 ഇൻറ്റു -3 എത്രയാണ്? -27 ആണ്. ഈ -27 +20 കൂടെ കൂട്ടുമ്പോൾ -7 കിട്ടും. ഓക്കെ, ഈ എന്നിൻ്റെ ഇവിടെ എത്ര എഴുതേണ്ടത്? 10 ആണ്. ഈ 10ഉം ഈ 2ഉം 5ഉം 10ഉം കൂടെ ക്യാൻസൽ ആവും. 5 പ്രാവശ്യം 5. അതേപോലെ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ഇൻറ്റു 13 എന്ന് വരും അല്ലേ? 13 × 5 എത്രയാണ്? 65. 65 ആണ് ഇവിടുത്തെ ആൻസർ. ഇവിടെ 10 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 65 കിട്ടി. 65 ആണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 13ാമത്തെ ചോദ്യമാണ്. 13ാമത്തെ ടൈപ്പാണ്. ഒരു സമാന്തര ശ്രേണിയിലെ 7 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. 7 പദങ്ങളുടെ തുക 140 ആയാൽ 4ാം പദം എത്രയാണ്? ഒരു സമാന്തര ശ്രേണിയിലെ 7 പദങ്ങൾ, അതിൽ 1ാമത്തെ പദം 2, 3, 4, 5, 6, 7. ഒരു സമാന്തര ശ്രേണിയിലെ 7 പദങ്ങൾ കൂട്ടിയാൽ ഇവിടെ വരുന്ന ടേമും ഇതും ഓരോ ടേമുകളും കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 140 ആണ്. ഇതിലെ ഓരോ ടേമുകളെയും കൂട്ടിയാൽ നമുക്ക് 140 കിട്ടും. ഞാനിവിടെ റൗണ്ട് ചെയ്തിരിക്കുന്നത് ഓരോ ടേമുകളായിട്ട് നിങ്ങൾ കണക്കാക്കണം. ഇവിടെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം, സെവൻത് ടേം. ഇതിലെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ഇതവനാണ്. ഇവനാണ് മിഡിൽ ടേം. ഈ 7 പേരിൽ മിഡിൽ ടേം ഇവനാണ്. അപ്പം മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേമാണ്? 4ാമത്തെ ടേമാണ്. 7 ടേമിൻ്റെ മിഡിൽ ടേമാണ് 4ാമത്തെ ടേം. 4ാമത്തെ ടേം കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കണം. വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പദങ്ങളുടെ എണ്ണം ഒരു ഒറ്റ സംഖ്യ ആണെങ്കിൽ അവിടെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ സമ്മ് തുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, അതായത് സമ്മ് എത്രയാണ്? 140. നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 7 അല്ലേ? ഇവിടെ ടേമുകളുടെ എണ്ണം 7 ആണ്. ഇത് ഇങ്ങനെ വെട്ടിപ്പോകുന്നു 2 പ്രാവശ്യം 20. അതായത് മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ, അതായത് 4ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കും. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ നമ്പർ ഓഫ് ടേംസ് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ, ഒറ്റ സംഖ്യ ആണെങ്കിൽ, മിഡിൽ ടേം കണ്ടുപിടിക്കാൻ സമ്മിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സം എത്രയാണ് ഇവിടെ? 140. നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 7. 140നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 കിട്ടും. ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കും. ക്ലിയർ ആണ്? ഓക്കെ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു സമാന്തര ശ്രേണിയിലെ 5 പദങ്ങളുടെ തുക 200 ആയാൽ 3ാമത്തെ പദം എത്രയാണ്? ഒരു സമാന്തര ശ്രേണിയിലെ 5 പദങ്ങളുടെ തുക ശ്രദ്ധിക്കൂ. സമ്മ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് 200. നമ്പർ ഓഫ് ടേംസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേംസ് തന്നിട്ടുണ്ട്. എത്രയാണ്? നമ്പർ ഓഫ് ടേംസ് 5 ആണ്. 5 ടേംസ് ഉണ്ട്. അതിലെ മിഡിൽ ടേം എത്ര? 1, 2, 3, 4, 5. ഈ 5 ടേമിൻ്റെ മിഡിൽ ടേം അല്ലേ 3ാമത്തെ ടേം? അപ്പോൾ 3ാമത്തെ ടേം കണ്ടുപിടിക്കാൻ, T3 കണ്ടുപിടിക്കാൻ സമ്മിനെ, അതായത് 200നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ
ഇവിടെ 5 ടേം ഉണ്ട്. 5 ടേമിൻ്റെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ടേമാണ്. മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാൻ സം എത്രയാണോ അതിനെ നമ്പർ ഓഫ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതും കൂടെ വെട്ടിപ്പോകുന്നു. എത്ര പ്രാവശ്യമാണ്? 4. 4 0 എത്രയായി? 40 ആയി. ഇവിടുത്തെ മിഡിൽ ടേം എത്രയാണ്? 40 ആണ്. ക്ലിയർ ആണ്, വളരെ വ്യക്തമാണ്. മൂന്നാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയിലെ 11 പദങ്ങളുടെ തുക 143 ആയാൽ ആറാം പദം 11 പദങ്ങൾ 1 2 3 4 5 6 7 8 9 10 11 11 പദങ്ങളിൽ ആറാം പദം എന്ന് പറഞ്ഞാൽ 2 4 6 6. ഇതെന്ന് പറയുന്നത് മിഡിൽ ടേം ആണ്. നമ്മൾ നോക്കൂ, ഇവിടെ ഇങ്ങോട്ടും 5 ടേം ഉണ്ട്, അങ്ങോട്ടും 5 ടേം ഉണ്ട്. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ 6th ടേം ആണ്, ആറാമത്തെ പദമാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ആറാം പദം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആറാം പദം കണ്ടുപിടിക്കാൻ നമ്മൾ സമ്മ് എഴുതണം 143. ആ സമ്മിനെ പദങ്ങളുടെ എണ്ണം 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ 11 ഇതും കൂടെ വെട്ടിപ്പോവും. എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. ബാക്കി 3 ഉണ്ട്, 13. അപ്പോൾ ഇവിടുത്തെ ആറാമത്തെ പദം എന്ന് പറയുന്നത് 13. സമ്മ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അല്ലെങ്കിൽ വേറൊരു ഫോർമുല എന്താണ്? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ക്ലിയർ ആണല്ലോ, ഗംഭീരമായിട്ട് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഒരു പാർട്ടും കൂടി നമ്മൾ ചെയ്തുകൊണ്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ അവകാശപ്പെടുന്ന ഇത്രയേ ഉള്ളൂ. ഈ ഒരു 5 വീഡിയോ ക്ലാസ്സുകൾ ചെറിയ ക്ലാസ്സുകളാണ്. അരമണിക്കൂറിനകത്തുള്ള 20 മിനിറ്റ് 25 മിനിറ്റുള്ള ഈ 5 ക്ലാസ് കാണുന്ന ഒരു ആവറേജ് നിലവാരമുള്ള ഈ ഒരു കണക്ക് ചെയ്യാൻ ഒരു ആവറേജ് ലെവലിൽ അറിയാവുന്ന ഒരു കുട്ടിക്ക് ഒരു കാരണവശാലും ഇതിനകത്തുനിന്നൊരു മാർക്ക് പോവില്ല, ഉറപ്പായിട്ട് പോവില്ല. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.